അപ്പൊ ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ബൈക്ക് അപ്പ് ആൻഡ് കാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ് മിസ്റ്റർ ഷിജിൻ. മിസ്റ്റർ ഷിജിൻ, ഏത് ടൈപ്പ് വണ്ടികളാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്? ബഡ്ജറ്റ് റേഞ്ചില് ഒരു 17 രൂപ മുതൽ നമുക്ക് എങ്ങനെ പോലും ഒരു 70 രൂപയ്ക്കകത്ത് വരുന്ന വണ്ടികളുണ്ട്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ലോ ബഡ്ജറ്റ് സെഗ്മെന്റ് മൊത്തം കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഗോഡൌൺ ആണ് ഇതല്ലേ? അതെ. സ്റ്റാർട്ടിങ് എത്ര റേഞ്ച് തൊട്ടാണ് നമുക്കുള്ളത്? 17 രൂപ. 15. നമുക്ക് റേറ്റുകളൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോ സ്റ്റാർട്ടിങ് നമ്മളെ ഇരിക്കുന്നത് 2012 പ്ലഷർ അല്ലേ? അതെ. എത്രയാണ് നമ്മൾ ഇതിന് പ്രൈസ് ഇട്ടേക്കുന്നത്? ഇതിന് വന്നിട്ട് 17 രൂപ. 17 രൂപ. അതേപോലെ തന്നെ കുറച്ചുകൂടെ മോഡൽ കൂടിയ പ്ലഷറും അവൈലബിൾ ആണല്ലേ? അതെ. അത് നമുക്ക് ഫൈനൽ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? അത് നമുക്ക് വന്നിട്ട് ഒരു 26 രൂപ. 26. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള വണ്ടികൾ മാത്രമായിട്ട് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒരേ ഒരു നമ്പർ, അത് മിസ്റ്റർ ഷിജിന്റെ നമ്പറാണ്. അപ്പൊ നിങ്ങളുടെ സെയിൽസിന് പുള്ളി ഹെൽപ്പ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ, റേറ്റ്, ഫോട്ടോ എന്ത് വേണമെങ്കിലും പുള്ളിയെ വിളിക്കാം. കഴിവതും നിങ്ങൾ ഇതിലൊരു വണ്ടി സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ വണ്ടികളെല്ലാം ഓടിച്ചു നോക്കാം. ബാക്കി ഹെൽപ്പ് കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തു തരും. ഫോട്ടോസ് ചോദിച്ചിട്ട് ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഒരുപാട് പേർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫോട്ടോ കണ്ടിട്ട് വെറുതെ ഇങ്ങനെ പോകുന്നതിനെക്കാട്ടിലും വന്ന് വണ്ടി ഓടിച്ചു നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വണ്ടി എടുക്കാൻ പറ്റും. ഇത്രയും വണ്ടികൾ, സ്കൂട്ടർ ആണെങ്കിലും അതേപോലെ ബൈക്കും അല്ലേ, അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഇല്ലേ നമ്മൾ? അതെ. അപ്പൊ എല്ലാ ബഡ്ജറ്റ് റേഞ്ചിലും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എല്ലാത്തിന്റെ റേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാം. അപ്പൊ ഇനി പ്രീമിയം വണ്ടികൾ നോക്കുന്നവർ വിഷമിക്കണ്ട, ഇതിന്റെ പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. ഫുള്ളി പ്രീമിയം വണ്ടിയും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന കിടിലൻ വണ്ടികളൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഈ വണ്ടികളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കും ഒരു വണ്ടി കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ റേഞ്ച് നല്ല വണ്ടികൾ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഷിജിന്റെ അടുത്ത് പറയാം. പുള്ളി പ്രോപ്പറായിട്ട് ചെയ്തു തരും. പലർക്കും ഇവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആണ്, പുതിയതെടുക്കണോ പഴയതെടുക്കണോ. അപ്പോൾ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും പ്രീമിയം ആണെങ്കിലും മിഡ് പ്രീമിയം ആണെങ്കിലും ലോ ബഡ്ജറ്റ് ആണെങ്കിലും നമ്മളതിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓൾ ടൈപ്പ് ബഡ്ജറ്റ് വണ്ടി നിങ്ങൾക്ക് എടുക്കാനും സെല്ല് ചെയ്യാനും എന്തിനും ബൈക്ക് അപ്പ് ആൻഡ് കാർസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2018 മോഡൽ ഹീറോ മാസ്ട്രോ ആണ്. ഫിനാൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 38 രൂപയാണ്. ഇതിൽ ഫർദർ നെഗോസിയേഷൻസ് കാര്യങ്ങളെല്ലാം ഷിജിൻ ചെയ്തു തരും. നിങ്ങൾക്ക് വണ്ടി വന്ന് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഒരു ക്ലീൻ ആക്ടിവ 3G നമ്മളതിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 35 രൂപയാണ്. അപ്പോൾ ഈ 2015 മോഡൽ ആക്ടിവയ്ക്ക് ആ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നവർക്ക് നമുക്ക് സെയിം ആക്ടിവ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ ഷിജിനെ? അതെ. ഇത് വന്നിട്ട് 28 രൂപയ്ക്ക് ഫൈനൽ ചെയ്യാം. 28 രൂപയ്ക്ക് ഫൈനല്. കൂടുതൽ ഇനി നിങ്ങൾ നെഗോസിയേഷൻ ചോദിക്കരുത്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള നീറ്റ് വണ്ടി, എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ഉൾപ്പെടെ ഉണ്ട്. 28 രൂപയ്ക്ക് 3G മോഡൽ സെയിം വണ്ടിയാണ്. അപ്പൊ നമുക്ക് വരുന്ന പ്രൈസ് വെച്ചിട്ട് നമുക്ക് മാക്സിമം കസ്റ്റമറിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടികളെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതെ 30 രൂപയ്ക്ക് നല്ല കിടില ഒരു വെസ്പ അല്ലേ ഷിജിനെ? അപ്പൊ ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ എല്ലാം ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് എല്ലാം ഉണ്ടോ? ഇൻ കേസ് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിലും പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് പുള്ളി എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ 2018 മോഡൽ 4G, 2017 മോഡൽ 4G റേറ്റ് അങ്ങോട്ടോ മാറ്റി എടുക്കുന്നവർക്ക് എടുക്കാം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 48ഉം ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 42ഉമാണ്. അപ്പൊ പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. അതേപോലെ തന്നെ ഫിനാൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജൂപ്പിറ്റർ അല്ലേ? എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു 10 രൂപ അടച്ചാൽ 10 രൂപ. വെറും 10,000 രൂപ അടച്ചിട്ട് 2020 മോഡൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള കിടില ഒരു ജൂപ്പിറ്റർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ കൊണ്ടുവരേണ്ട പ്രൂഫ് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ATM കാർഡ്, ഈ 4 പ്രൂഫാണ് കൊണ്ടുവരേണ്ടത്. ഇനി ഔട്ട്സൈഡ് ട്രിവാൻഡ്രത്തിന് പുറത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇതിന്റെ കൂടെ ഇപ്പൊ ATM കാർഡ് വേണ്ട, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് അല്ലേ, ഔട്ട്സൈഡ് കേരള നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തൂടെ? എത്ര ടൈം എടുക്കുമായിരിക്കും? മാക്സിമം ഒരു 1 hour. ഓക്കെ. അപ്പോൾ ഈ ഇരിക്കുന്ന വണ്ടികൾ, ഇത്രയും വണ്ടികൾ നിങ്ങൾ വീഡിയോ കാണുന്ന വണ്ടിയെ പുള്ളിയെ തന്നെ കോൺടാക്ട് ചെയ്യുക. കാര്യം എന്നെക്കാളും കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളി നിങ്ങളെ പക്കയായിട്ട് ഹെൽപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് തരും. പാർട്ട് 2 വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ അതെ കിടില ഒരു എക്സസ് ഇരിപ്പുണ്ട് 2018 മോഡൽ. എത്ര രൂപയ്ക്ക് കൊടുക്കാം? 35. കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? അപ്പൊ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഒരു 32 റേഞ്ചിലും ഇനി ഫർദർ കുറച്ചുകൂടെ ഒക്കെ വേണമെങ്കിലും പുള്ളി ചെയ്തു തരും. സർവീസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്ത് തരും. ഇനി 2018
16 മോഡൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹോണ്ട ഡിയോ. ഇതിന്റെ പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത് 38 രൂപയാണ്. അപ്പോൾ ഇത് 38 രൂപയും അതേ സെയിം വർഷത്തിലുള്ള 2015 മോഡൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിയോ ഉണ്ട്. രണ്ടിന്റെയും പ്രൈസ് 35 രൂപ 38 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് ഇതിന്റെ റേറ്റ് കൂടുതലാണെന്ന്. അപ്പോൾ നിങ്ങൾ മെയിൻലി നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ വണ്ടി നോക്കുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷനും ക്വാളിറ്റിയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് മാറുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. പക്കാ നീറ്റ് വണ്ടിയാണ്. ഇനി അല്പം കൂടെ പ്രൈസ് കുറഞ്ഞിട്ടാണ് വേണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഈ ഡിയോ കൊടുക്കാം അല്ലേ. ഇത് നമുക്കൊരു 35 രൂപ റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 38 രൂപയുടെ മാസ്ട്രോ പറഞ്ഞു, നെഗോഷ്യബിൾ ആണ്. അപ്പൊ അതേപോലെ 38 രൂപയുടെ മാസ്ട്രോയെ പറ്റി പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണ് ഷിജിനെ? 2018 വണ്ടി തന്നെയാണ്. ഇത് പ്രൈസ് എങ്ങനെ കൊടുക്കാം? നമുക്കൊരു 32 പുള്ളി പറയുന്നത്. കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ 38ന്റെയും 32ന്റെയും ഒക്കെ മാസ്റ്റർ അവൈലബിൾ ആണ്. അതായത് സെയിം വണ്ടി സെയിം ഇയർ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പ്രൈസുകളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡിയോ നമുക്ക് മോഡൽ കൂടിയ വണ്ടികളെല്ലാം അവൈലബിൾ ആണ്. അതേപോലെ ഈ ജൂപ്പിറ്റർ കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണ് അല്ലേ ഷിജിനെ? ഇത് 2022 അല്ലേ? അത് വന്നിട്ട് 2022 മോഡലാണ്. അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 രൂപ 75 രൂപ 78 രൂപ ആ റേഞ്ചുകളിലൊക്കെ വരുന്ന വണ്ടിയിൽ പെട്ടതാണ് ഇത്. വെറും ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെയൊക്കെ പ്രൈസുകൾ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കും ഷിജിനെ, ഡീറ്റെയിൽസും കൂടെ. ഇത് വന്നിട്ട് 2017 വണ്ടിയാണ്. സ്കൂട്ടി പെപ്പ്, നല്ലൊരു പെപ്പ്. അതായത് ഇപ്പം 2006-7 പ്രൈസുകളൊക്കെ പെപ്പാണ് കൂടുതലും കസ്റ്റമേഴ്സ് ലുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് 2017 വണ്ടിയാണ്. മോഡൽ കൂടിയ BS4 വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയാണ്? 32 രൂപയാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അപ്പൊ പലർക്കും അത് റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ പോലും നമുക്ക് ഈ റേഞ്ച് വണ്ടികൾക്ക് പ്രൈസ് കുറഞ്ഞിട്ട് പോലും കമ്പനിയിൽ ഏകദേശം 1 ലക്ഷം രൂപ അടുപ്പിച്ചിട്ട് പ്രൈസ് വരുന്ന വണ്ടിയാണ്. നിങ്ങൾ ഒരു 10 വർഷത്തെ യൂസേജ് ഒക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ടും എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണിത്. ചെറിയ ബഡ്ജറ്റിൽ നല്ല മൈലേജ്, ഇപ്പൊ പഠിച്ച് കൈയൊക്കെ തെളിഞ്ഞവർക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു 10 വർഷം യൂസ് ചെയ്ത് അടുത്തൊരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണിത്. ഓക്കെ, അതേപോലെ ഇത് റേറ്റ് കുറഞ്ഞ പ്ലസർ ആണല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് എങ്ങനെ വരും? ഇത് വരുമ്പോഴത്തേക്കും 17 രൂപ. ഇത് വന്നിട്ട് 26. അപ്പൊ ഷിജിന് ഇത് ഉറപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും. 17 രൂപയ്ക്കാണ് പറയണമെങ്കിലും സ്വല്പം കൂടെയൊക്കെ റേറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തു തരാൻ പറ്റും. പ്ലഷർ ഇത് ഓൾറെഡി നമ്മളൊരു കസ്റ്റമറിന് പറഞ്ഞു വെച്ചിരിക്കുന്ന വണ്ടിയാണ്. സെയിൽ ആയിട്ടില്ല, അവൈലബിൾ ആണ്. മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ 2 വണ്ടികളും ചെയ്തു തരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ XL100 നമ്മളെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നോർമലി യൂസ്ഡ് ഷോറൂമുകളിലൊക്കെ കാണാൻ കുറവുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ഇത് 2021 മോഡൽ വണ്ടിയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 38 രൂപ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഉണ്ട്. അപ്പൊ പ്രൈസ് കൂടുതലാണെന്ന് പറയുന്നവർക്ക് സെയിം തന്നെയാണ് പറയാനുള്ളത്. ഏകദേശം 1 ലക്ഷം രൂപ അടുപ്പിച്ച് പ്രൈസ് കുറഞ്ഞതിന് ശേഷവും വിലയുള്ള വണ്ടിയാണ്. ബാക്കി ഫുള്ളി സർവീസ് കമ്പനിയിൽ തന്നെ ഒരു ഫ്രീ സർവീസും കൂടെ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെലിവറി തരാൻ പറ്റും. അപ്പോൾ ഈ ഷൈൻ നമുക്ക് സെയിലിനുള്ളതല്ല, പക്ഷെ ഇതേ സെയിം ഷൈൻ 125 നമ്മളതിൽ പുതിയൊരു സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് വെറും ഒരു 5000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 2017 മോഡൽ വണ്ടിയാണ്. വെറും 29,000 കിലോമീറ്റർ എന്തോ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയും നമുക്ക് സ്റ്റോക്ക് വരുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ പുള്ളിയുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം തരും. അപ്പോൾ അതേപോലെ തന്നെ CD100 അല്ലേ? ഇത് ടെസ്റ്റ് പെൻഡിങ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പുള്ളി എല്ലാ ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് കസ്റ്റമറിന് ഡെലിവറി ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 32 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ ഇതൊക്കെ വലിയ പരിപാടികളാണ്, ടെസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ വലിയ മെനക്കേടാണ്. പക്ഷെ അതെല്ലാം നമ്മൾ തന്നെ ചെയ്ത് ക്ലിയർ ചെയ്ത് കസ്റ്റമറിന് 5 വർഷത്തെ പേപ്പർ ആക്കിയിട്ട് കൊടുക്കും. ഒരു വിന്റേജ് വണ്ടിയാണ്, നല്ല മൈലേജ് ഉള്ള, നല്ല എക്സോസ്റ്റ് നോട്ടുള്ള കിടിലൊരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോഴും ഉള്ള 97 മോഡൽ വണ്ടിയാണ്. ഇനി എത്ര രൂപ ഫൈൻ ഉണ്ടെങ്കിലും എത്ര പെൻഡിങ് ഉണ്ടെങ്കിലും ഷിജിൻ അതിന്റെ കാര്യങ്ങളെല്ലാം ക്യാരി ഫോർവേഡ് ചെയ്ത് പക്കയായിട്ട് ചെയ്ത് ടെസ്റ്റ് പാസ്സാക്കി നിങ്ങളതിൽ ചെയ്തു തരും. അപ്പൊ ഇനി ഇരിക്കുന്നത് ഒരു R15 വെർഷൻ 2 ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മളെ വീഡിയോയിലൊക്കെ മുമ്പേ ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇത് ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അത് സർവീസ് ചെയ്ത് നിങ്ങൾക്ക് തരാം. അല്ല ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാൻ ഐഡിയ ഉണ്ടെങ്കിൽ മാക്സിമം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? തീർച്ചയായും. അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസിനായിട്ട് പുള്ളിയെ തന്നെ വിളിച്ചാൽ ചെയ്തു തരും. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരുപാട് പേര്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കും. നമ്മൾ ഇതിന്റെ വീഡിയോ ഫോട്ടോ എല്ലാം നമ്മൾ അയച്ചു കൊടുക്കും. പക്ഷെ വണ്ടി സെയിലായിട്ടില്ല, അവൈലബിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് 2000 മോഡൽ അല്ലേ? 2000 മോഡൽ വണ്ടി, പേപ്പർ വാലിഡിറ്റി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. അപ്പൊ ഇതേപോലത്തെ വണ്ടിയിൽ ഇപ്പൊ OLX തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു 140 130 ആ റേഞ്ച് പ്രൈസ് ഒക്കെ ഇല്ലേ ഉണ്ട്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്? 95 രൂപയാണ്. ആ 95ന് നമുക്ക് ചെയ്തു തരാൻ പറ്റും. നിങ്ങൾക്ക് വന്ന് എടുത്ത്
വെക്കാൻ പറ്റിയിട്ടുള്ള പഴയ മോഡൽ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 2000 മോഡലിൽ ഒറിജിനൽ ട്രിവാൻഡ്രം വണ്ടി എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ഒരു ക്രക്സ്, ഈ ഒരു ക്രക്സ് ടെസ്റ്റ് പെൻഡിങ് ആണ്. ഇതൊരു 5 രൂപയ്ക്ക് കൊടുത്തു വെച്ചതിന്, തീർച്ചയായിട്ടും 5 രൂപയ്ക്ക്, വെറും 5000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി ചെയ്തു തരാൻ പറ്റും. റീടെസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യമഹ പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ റീടെസ്റ്റ് ചെയ്ത് തരുമോ എന്നുള്ള ഒരു അഷ്വറൻസ്, നിങ്ങൾ റീടെസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു അഷ്വറൻസ് പേപ്പർ വർക്ക് എല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വണ്ടി ഇങ്ങനെ തരുന്നത്. വെറും 5000 രൂപയ്ക്ക് അല്ലേ? അതെ. അതേ സെയിം പോലെ തന്നെ ഈ CD100 മറ്റേതിൻ്റെ അതേ സെയിം സ്പെക്കിൽ വരുന്നതാണ്, റീടെസ്റ്റ് ചെയ്ത് തന്നെ തരും. പിന്നെ CT100 മൈലേജിനൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ സ്റ്റാർട്ടിങ് എത്ര തൊട്ട് ചെയ്ത് കൊടുക്കുക? 38 രൂപ മുതൽ 38, കുറച്ചുകൂടെ താരട്ട് 36 രൂപ, കുറച്ചുകൂടെ താരട്ട് സ്വപ്പം കൂടെ. അത് ജെന്യൂൻ കസ്റ്റമേഴ്സ് വരട്ടെ. ഓക്കെ, അപ്പോൾ ജെന്യൂൻ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെയൊക്കെ താഴ്ത്തി നിങ്ങൾക്ക് ചെയ്തു തരും. 3-4 വണ്ടികൾ അവൈലബിൾ ആണ്. അതിൽ ഇതൊക്കെ നല്ല കിടില വണ്ടിയാണ്, 2021 മോഡൽ വണ്ടിയാണ്. അതേപോലെ തന്നെ ഇതിപ്പോ റീടെസ്റ്റിന് എത്ര ടൈം ഉണ്ട്? ഇനി ഒരു 6 മാസം കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 6 മാസം മാത്രം വാലിഡിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കേ. ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ക്വാളിറ്റിയാണ്, വേറെ ഒന്നും ചെയ്യണ്ട. ടയർ പുത്തൻ ടയർ കിടപ്പുണ്ട്, ഫ്രണ്ടും ബാക്കും ടയർ ഉണ്ട്. ബാക്കി ഓടിക്കാനാണെങ്കിലും എല്ലാം ഓക്കെയാണ്. പെട്രോൾ ഉണ്ടോ? ഉണ്ട്. ഒറ്റ അടിക്ക് സ്റ്റാർട്ട്. ഈ വണ്ടി എത്ര രൂപയ്ക്ക് കൊടുക്കാം? 15 രൂപ. 15 രൂപ. സ്വപ്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യൂലേ? സ്വപ്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിന്റെ സപ്പോർട്ട് എല്ലാം നമ്മൾ ചെയ്തുതരും. നമ്മുടെ ഏജന്റ് ഉണ്ട്, പുള്ളി തന്നെ ഇത് ക്ലിയർ ചെയ്ത് തരും. മുടങ്ങിയിട്ടില്ല. നമുക്ക് 2026 ഏപ്രിൽ വരെ ഉണ്ടല്ലേ? ഏപ്രിൽ വരെ പേപ്പർ ഉണ്ട്. ചെറിയ പൈസക്ക് തന്നെ, മാർച്ച് വരെ ഉണ്ട്. അപ്പൊ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി വണ്ടി. പാഷനൊക്കെ നോക്കുന്നവർ ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയൊക്കെ നോക്കി കഴിഞ്ഞാൽ 20 രൂപ 22 രൂപ പ്രൈസ് വരും. ഇതിപ്പോ ഒരു 14 രൂപ ചെയ്ത് കൊടുത്തൂടെ? 14 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ തരാൻ പറ്റും. ഇതിൽ വേറെ നെഗോസിയേഷൻ ഇല്ല. 14 രൂപയ്ക്ക് തരാൻ പറ്റും. അതിന്റെ കൂടെ ഒരു 3 രൂപ നിങ്ങൾക്ക് ഏജന്റ് ത്രൂ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആവുമായിരിക്കും, ടാക്സ് അടച്ച് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത്. അപ്പോൾ ടോട്ടലി 17 രൂപയ്ക്ക് 5 വർഷം വീണ്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള നീറ്റ് വണ്ടി. വേറെ വണ്ടിക്കകത്ത് ഒന്നും ചെയ്യേണ്ടില്ല അല്ലേ? വേറെ നീറ്റായിട്ട് ചെയ്തു കൊടുക്കാം. ഈ കരിഷ്മയെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മൾ തിരിച്ചു വിളിക്കുകയും ചെയ്തു, തൃശ്ശൂരുള്ള കസ്റ്റമർ. അപ്പോൾ പുള്ളി വിളിച്ചു, വേറെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ സെയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ റീസ്റ്റോർ ചെയ്തിട്ട് ഒരു 45 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ആ ഒരു മോഡലിലോട്ട് തന്നെ നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുന്ന കാര്യം. 25 രൂപയാണ് നമ്മളിപ്പോൾ ആസ്ക് ചെയ്തത്. അപ്പൊ ആ പ്രൈസിന് ഇപ്പം 1-2 പേര് വിളിച്ചിട്ടുണ്ട്. അത് കൺഫേം ആയില്ലെങ്കിൽ പിൻ ടു പിൻ റീസ്റ്റോറേഷൻ നമ്മൾ ചെയ്തിട്ട് ഒരു നല്ലൊരു പ്രൈസിൽ തന്നെ ഈ വണ്ടി കൊടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലാണ്. പാർട്ട് 2 വീഡിയോ വരാൻ പോകുന്ന വണ്ടികളാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ട് 2ലേക്ക് വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മളിന്ന് വണ്ടി എടുത്ത ഒരു കസ്റ്റമറിനെ പരിചയപ്പെടാം. അപ്പോൾ വെഞ്ഞാറമൂട് എന്നുള്ള കസ്റ്റമറാണ്. അപ്പോൾ നമ്മളെന്നൊരു ജൂപ്പിറ്ററാണ് എടുത്തല്ലേ? ഡൗൺ പേയ്മെന്റ് എത്ര അടച്ചായിരുന്നു? അപ്പോൾ 5000 രൂപ ഡൗൺ പേയ്മെന്റാണ് നമ്മൾ വണ്ടി ഇറങ്ങി കൊടുത്തത്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി കാണാം. ഓക്കെ, കൂടെ വന്നിരിക്കുന്നത് മിഥുൻ. അപ്പോൾ ഫ്രണ്ട് മിഥുൻ വെഞ്ഞാറമൂട് നിന്നാണ് വന്നത്. അപ്പോൾ എടുത്ത വണ്ടിയാന്ന് തോന്നുന്നു. നമ്മൾ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി എടുക്കുന്നത്? എക്സ്പീരിയൻസ് അന്ന് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വിളിച്ചപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോഴും അതിൻ്റെതായ രീതിയിലായിരുന്നു നിന്നത്. സിജിൻ പുള്ളിയല്ലേ ഡീൽ ചെയ്തത്? ബാക്കി ഡീലിംഗ്സ് എല്ലാം പക്കയല്ലേ? ഹാപ്പി അല്ലേ? കൺഗ്രാറ്റ്സ് ബ്രോ. ആരെങ്കിലും റെഫറൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അറിയിക്കണം. എന്തായാലും അറിയാം. ഓക്കെ.